മന്ന വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. തേങ്ങയ്ക്ക് അതിഭയങ്കര വില, വെളിച്ചെണ്ണയ്ക്ക് അതിലും വില. ഇത് രണ്ടുമില്ലാതെ നമുക്ക് എങ്ങനെ ഓരോ വിഭവങ്ങൾ തയ്യാറാക്കാമെന്നുള്ളതാണ് ഇനിയുള്ള വീഡിയോ. ഇന്ന് ഒരു കപ്പ റോസ്റ്റാണ്. കപ്പ മസാല ചേർത്ത് എങ്ങനെ ഉണ്ടാക്കാം, ഇതിനകത്ത് ഉണ്ടാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം. ഒട്ടും വിഷമിക്കണ്ട. ചൂടായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിലേക്ക് കടുകിട്ടു. കടുക് മൂത്ത് വരുമ്പോഴേക്കും അതിനകത്തേക്ക് ഒരു സ്പൂൺ നല്ല നെയ്യ് ഒഴിക്കുക. എണ്ണയങ്ങ് മറന്നേക്കുക. ഇതിലേക്ക് ഒരു സവാള, അടുത്തതായി ഇതിലോട്ട് സ്വല്പം വെളുത്തുള്ളി, പെരിഞ്ചീരകവും ജീരകവും ചേർത്ത് ചതച്ചത് ചേർത്ത് വഴറ്റണം. ഈ സമയത്ത് സവാള നന്നായിട്ട് വഴന്ന് നല്ല ടെൻഡറായി കഴിഞ്ഞു. അതിനുശേഷം ഇതിനകത്തോട്ട് കറിവേപ്പില ഇടുക. വീണ്ടും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല അല്ലെങ്കിൽ മസാലക്കൂട്ട് നന്നായി ഇളക്കുക. മസാല കണ്ടോ നന്നായിട്ട് വഴന്നു. ഇനി ഇതിനകത്തോട്ട് ഒരു സ്പെഷ്യൽ സാധനം എപ്പോഴും ഇടുന്നത് രമ്പ ലീഫും കൂടെ ഇട്ട് വഴറ്റണം. വഴന്നുകൊണ്ടിരിക്കുന്ന ഈ മസാലയിലേക്ക് ഇതിനാവശ്യത്തിന് ഉപ്പിടുക. കാണാലോ, എല്ലാം നന്നായിട്ട് വഴന്നു കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കപ്പ ഉപ്പിട്ട് ഇതിനാവശ്യത്തിന് ഉപ്പിട്ട് വേവിച്ചാണ് ഇതിലോട്ട് ചേർത്ത് ഇളക്കുക. കപ്പ മസാലയുടെ കൂടെ എല്ലാം കിടന്ന് നന്നായിട്ട് പുരണ്ട് കഴിഞ്ഞു. ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതിന് മസാലയും ഉപ്പുമൊക്കെ പാകത്തിനാണോ എന്ന്. കപ്പ ഇതാ റെഡി ആയി കഴിഞ്ഞു. കണ്ടോ?